സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെയും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുചര്യകളുടെയും തിരുവചനങ്ങളുടെയും ആശയങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്ന് മാറിപ്പോയിട്ടുള്ള മാലപ്പാട്ടുകളുടെ ആശയങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസി എത്രമാത്രം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസുകളുടെ അവസരങ്ങളിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. സമൂഹത്തെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യകളുടെയും അധ്യാപനങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ട് വീടുകളിലും അവരുടെ ചുണ്ടുകളിലൂടെയും മുഹയ്യിദ്ദീൻ മാലയുടെ ഈരടികൾ പാടിപ്പിക്കുവാനും അതിൻ്റെ ആശയങ്ങളെ അവരുടെ മനസ്സുകളിലേക്ക് കടത്തിവിടുവാനുമുള്ള തീവ്രമായ ശ്രമങ്ങൾ 400-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടക്കുന്നു എന്നതാണ് ഈ വിഷയം നമ്മൾ ഇപ്പോൾ ചർച്ചക്കെടുക്കാൻ കാരണം എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 1-2 പ്രഭാഷണങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ആമുഖം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് നിരക്കാത്ത പലതും പറഞ്ഞ് പരത്തുകയും വളരെ മോശമായ നിലക്ക് ഇസ്ലാമികമായ ആശയങ്ങളെ വികൃതമാക്കുകയും ചെയ്തിരിക്കുകയാണ് മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന ആ മാലപ്പാട്ടിൽ ചെയ്തിട്ടുള്ളത് എന്ന് അധിക വിശദീകരണം കൂടാതെ ഇതിനകം തന്നെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇസ്ലാമികമായ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിടത്ത് നിൽക്കാതെ അതിൽ നിന്നെല്ലാം തെന്നിമാറി ഭക്തിയുടെയും തഖ്വയുടെയും ഒക്കെ മറ്റൊരു പാതയിലേക്ക് മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് മാലയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് ഉറങ്ങണം, ഇബാദത്തെടുക്കണം, നോമ്പ് അനുഷ്ഠിക്കണം, നോമ്പ് മുറിക്കണം, അതുപോലെയുള്ള പല കാര്യങ്ങളും ഉപദേശിച്ചപ്പോൾ മഹാത്മാക്കൾ എന്ന പേരിൽ, തഖ്വയുടേതായ അങ്ങേയറ്റം എന്ന പേരിൽ ഉറങ്ങാതെ, നോമ്പ് മുറിക്കാതെ, അത് വലിയ ത്യാഗം ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെയാണ് മഹാന്മാര് ജീവിച്ചത് എന്ന് വരുത്തി തീർക്കുന്ന വരികളാണ് മാലയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ പറയുകയുണ്ടായി. തുടർന്നുകൊണ്ട് ശൈഖ് ജീലാനിയെ കുറിച്ചവർ പുകഴ്ത്തി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം പറഞ്ഞത് 40 കൊല്ലം അതല്ലെങ്കിൽ 40 ഈറ്റാണ്ട് ഇശായിന് എടുത്ത അതേ ഉളൂ കൊണ്ട് 40 കൊല്ലം മഹാനായ ശൈഖ് ജീലാനി സുബഹി തൊഴുതു എന്നാണ്. അഥവാ ഇശായിന് ഉളൂ എടുത്ത് റൂമിൽ ഇബാദത്തിന് കയറിയാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ പുറത്തു വരികയുള്ളൂ. അപ്പൊ ഉറങ്ങാറില്ല 40 കൊല്ലം. ഉളൂ മുറിയുന്ന നിലക്കുള്ള ഒരു ഉറക്കില്ലാതെ 40 ഈറ്റാണ്ടോളം സുബഹി തൊഴൂതോവർ എന്നാണ് മുഹയ്യിദ്ദീൻ മാലയിലെ വരി. നലവേറും ഇശാ തൊഴൂതോരുമാലെ 40 ഈറ്റാണ്ടോളം സുബഹി തൊഴൂതോവർ. എന്തിനാണ് നമ്മൾ ഇതൊക്കെ പാടുന്നത്, പറയുന്നത്? നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകൾ ഇതിന്റെ പിടിയിലാണ്. അവര് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണെന്ന്. ഇതെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനും തെറ്റാണെന്ന് പറയേണ്ടി വരുമെന്ന് അപ്പുറത്തുനിന്ന് പുരോഹിത പടയും അവർക്ക് വലിയ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ നെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, അവരെ ഇസ്ലാമിന്റെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരണം. ഈ അബദ്ധങ്ങൾ അടങ്ങിയിട്ടുള്ള മാലകളൊക്കെ പാരായണം ചെയ്യുന്നതിൽ നിന്ന് അവരെ മാറ്റിയിട്ട്
അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്കും അതിന്റെ അർത്ഥവും ആശയവുമൊക്കെ പഠിക്കുന്നതിലേക്കും അതനുസരിച്ച് ജീവിതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന സുന്ദരമായ വഴിത്താരയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയണം. അതിന് നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ മാലകളിൽ അടങ്ങിയിട്ടുള്ള അബദ്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ നമുക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് ചില ഫലിതങ്ങൾ പറഞ്ഞു രസിക്കാനല്ല, ചില മാലപ്പാട്ടിലെ വരികൾ ഇങ്ങനെ പാടിയിട്ട് ഒരു ഈ ഭാഗത്തെ അടച്ചാക്ഷേപിക്കാനുമല്ല. മറിച്ച് നമ്മുടെ സമുദായം എവിടെ എത്തി നിൽക്കുന്നു, അവരെവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, റബ്ബേ അവരെ രക്ഷപ്പെടുത്തൽ എന്റെയും ബാധ്യതയാണല്ലോ. ഞാൻ സ്വർഗത്തിലേക്ക് പോകണം എന്നാണല്ലോ എന്റെ ആഗ്രഹം, നരകത്തിയിൽ വീഴരുതെന്നാണല്ലോ എന്റെ മോഹം. അതുപോലെ എന്റെ ഉമ്മയാവരുത്, അതുപോലെ എന്റെ ആങ്ങളയാവരുത്, എന്റെ പെങ്ങന്മാരാവരുത്, എന്റെ നാട്ടുകാരാവരുത്, എന്റെ കുടുംബങ്ങൾ നരകത്തിയിലേക്ക് പോകാൻ ഇടവരരുത് റബ്ബേ. അതുകൊണ്ട് അവരെയും ആ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നേരിന്റെ പാതയിലേക്ക് കൊണ്ടുവരൽ എന്റെയും ബാധ്യതയാണല്ലോ. ആ ബാധ്യതയുടെ ഗൗരവം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്, അതിന് വേണ്ടത് എന്താണെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതല്ലാതെ ഒരു കൂട്ടർ ഏതോ ചില കാലത്ത് എഴുതി ഉണ്ടാക്കിയ ചില മാലകൾ ഇങ്ങനെ നമ്മൾ പാടുക, എന്നിട്ട് അതിന്റെ അർത്ഥവും അബദ്ധവും ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് രസിക്കുക. അതിലപ്പുറം ഒരു ഫലിതരസത്തിനപ്പുറം ഒരു തമാശക്കപ്പുറം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എന്റെ ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ലക്ഷ്യമേ നമുക്കില്ല. നമുക്കിതുകൊണ്ടുള്ള ലക്ഷ്യം ഈ അപകടത്തിൽപ്പെട്ട ആയിരങ്ങളുണ്ട്. ഇത് സത്യമാണെന്ന് ധരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെ അതിൽ നിന്ന് സ്നേഹപൂർവം നമ്മൾ മടക്കി വിളിക്കണം, അവർക്ക് നേരിന്റെ പാത കാണിച്ചു കൊടുക്കണം. അവരകപ്പെട്ടിട്ടുള്ള ഈ അധപ്പതനത്തിന്റെ അപകടത്തിന്റെ ആഴം അവർക്ക് പ്രമാണങ്ങളിലൂടെ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളിത് പ്രചരിപ്പിക്കുന്നതൊക്കെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണമെന്ന് ആമുഖമായി ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ശൈഖ് അവറുകളുടെ ഒരു മഹത്വമായിട്ട് പറയുകയാണ്, ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മഹത്വമായിട്ട് പറയാണ്. എന്താ മഹാനവറുകൾ ചെയ്തത് എന്നാ പറയുന്നത്? ഹെഡിങ് തന്നെ ഒറ്റക്കാലിൽ ഖത്തം എന്നാണ്. ഉറക്കം ഭയന്ന ശൈഖ് അവറുകൾ ഒറ്റക്കാലിൽ നിന്ന് ഒരു ഖത്തം ഓതി തീർത്തു. ഒരു ഖത്തം ഓതി തീർക്കണം ഒറ്റ രാത്രിയിൽ. എങ്ങനെ? ഒറ്റക്കാലും നിന്നിട്ട്. എന്നിട്ടോ ഇവിടെ ഇരിക്കൂ, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പിരിഞ്ഞ തന്റെ ശൈഖ് 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ശൈഖ് അവറുകൾ അതേ സ്ഥലത്ത് കാത്തിരുന്നു, അദബ് പാലിച്ചു. അതാണ് പറഞ്ഞത്, ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. എന്താ അതിൽ പറഞ്ഞതെന്നറിയോ? മുഹീദ്ദീൻ ശൈഖ് എല്ലാ രാത്രി സുബഹിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു ഖത്താണ്ട് തീർക്കും. ഒരു ഖത്താണ്ട് ഓതി തീർക്കാണ്. എത്രത്തോളം നോക്കൂ നിങ്ങൾ. ഞാൻ 25 വർഷം ഇറാഖിലെ മരുഭൂമിയിലും വിജനപ്രദേശങ്ങളിലും ഏകനായി തീർത്ഥയാത്ര നടത്തി. ഇശാക്ക് വേണ്ടി എടുത്ത ഉളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചു. 40 വർഷം കഴിച്ചു കൂട്ടി. അതിന്റെ വിവരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സംഗതിയാണത്. ഉറങ്ങാതെ ഇബാദത്തിൽ മുഴുകിയ ഒരു സഹാബിയെ സംബന്ധിച്ച് ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയി പരാതി പറഞ്ഞപ്പോ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട്, നീ നല്ലൊരു മുത്തഖിയായ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം കൊടുത്തില്ല. മറിച്ച് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നിന്നെപ്പറ്റി പരാതി കിട്ടിയിട്ടുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം അത് സമ്മതിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നലി ഐനൈക അലൈക ഹഖാ, നിനക്ക് നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, ഉറങ്ങണം. ഉറങ്ങാതെ ഇബാദത്ത് എടുക്കൽ എന്റെ ചര്യയിൽപ്പെട്ടതല്ല. ശൈഖ് ജീലാനിയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇവര് പറയുന്നതോ, നലവേറും മീശ തൊഴുതോരുതോവാലെ 40 സുബഹി തൊഴുതോവറി. 40 കൊല്ലക്കാലം ശൈഖ് അവറുകൾ ഇശായിന്റെയും സുബഹിന്റെയും ഇടയിലായി ഉളുമുറിയുന്ന നിലക്കൊരു മനം വിട്ട ഉറക്കം ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്തൊരു ഇബാദത്ത് ഇസ്ലാമിലുണ്ടോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ഒരു വലിയായ സ്വഹാബിക്കാണ്. ഇതെന്തിനാ ഞാൻ സൂചിപ്പിച്ചത്? ചിലപ്പോ പറയും അത് മഹാന്മാർക്ക് അങ്ങനെയൊക്കെ പറ്റും.
നമുക്കേത് പറ്റാത്തതുള്ളൂ, മഹാന്മാർക്ക് അങ്ങനെയൊക്കെ പറ്റും, ഉറങ്ങാതെ ഇരിക്കാം. എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊടുത്ത സ്വഹാബി മഹാനല്ലേ? ആ സ്വഹാബിയുടെ പവറിലേക്ക് ശൈഖ് ജീലാനി എത്തുമോ? സുന്നത്ത് ജമാഅത്തുകാരന്റെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാർ, ആ സ്വഹാബിമാരുടെ സ്ഥാനത്തേക്ക് ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു സ്വാലിഹും എത്തിച്ചേരുന്നതല്ല. സ്വഹാബത്തിന്റെ പവറിലേക്ക്, സ്വഹാബത്തിന്റെ മർത്തബയോളം ഖിയാമത്ത് നാൾ വരെ എത്ര വലിയ ഇബാദത്തിൽ ഒരാൾ മുഴുകിയാലും ഒരു സ്വഹാബിയുടെ പവറിലേക്ക് എത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അത്തരത്തിൽപ്പെട്ട സ്വഹാബിമാരിൽപ്പെട്ട ഒരു സ്വഹാബിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉറങ്ങണം മോനെ. ഉറങ്ങാതെ ഇങ്ങനെ കണ്ണുകൊണ്ട് കഷ്ടപ്പെടുത്തിയിട്ട് ഇബാദത്തെടുക്കുന്ന ചര്യ അത് നമ്മിൽപ്പെട്ട സമ്പ്രദായമല്ല. ആ സഹാബിയോളം എത്തുമോ ശൈഖ് ജീലാനി? എത്തില്ല. എങ്കിൽ ആ സഹാബിക്കത് പറ്റില്ലെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കാലശേഷം വന്ന ജീലാനിക്കും അത് പറ്റില്ല. അത് മനസ്സിലാക്കാൻ അമിത ബുദ്ധിയൊന്നും വേണ്ട. അപ്പൊ നോക്കൂ നിങ്ങൾ, പിന്നെ തുടർന്നുകൊണ്ട് പറയുന്നു എന്ത്? ഇശാക്ക് വേണ്ടി എടുത്ത ഉളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചു, 40 വർഷം കഴിച്ചു കൂട്ടി. 15 വർഷം ഇശാ നമസ്കരിച്ച് ഖുർആൻ പാരായണം നടത്തുകയുണ്ടായി. അപ്പോൾ ഞാൻ ഒറ്റക്കാലിലായിരിക്കും നിൽക്കുക. ഒരു കാല് പൊന്നിച്ച് മറ്റേ കാലിൽ ഇങ്ങനെ നിൽക്കുക, ഉറക്കം വരാതിരിക്കാനേ. ഭിത്തിയിൽ അടിച്ച കുറ്റിയിൽ ഞാൻ എന്റെ കൈ വെച്ചിരിക്കും, ഉറക്കം വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നത്. അത്താഴ സമയമാകുമ്പോഴേക്ക് ഞാൻ ഖുർആൻ ഖത്തം തീർക്കും എന്ന് ജീലാനി പറഞ്ഞുവെന്ന് ഇവർ അവകാശപ്പെടുകയാണ്. വാസ്തവത്തിൽ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ് അത് പാരായണം ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. അതിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓതിയിട്ട് വെറുതെ വിടേണ്ടതല്ല. സഹാബിമാർക്കൊന്നും ഇത് പരിചയവുമില്ല. പെട്ടെന്ന് ഖുർആൻ ഓതി തീർക്കുക. ഒരു 3 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കലാണ് ഏറ്റവും സ്പീഡിലുള്ള ഓത്തുപോലും എന്നാണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിലപ്പുറം ഇങ്ങനെ ഒരു രാത്രി കൊണ്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓതി തീർക്കുക, അതാർക്കാണ് കഴിയുക? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബിമാര് ചെയ്തിട്ടുണ്ടോ? സഹാബിമാരൊക്കെ ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കാറുണ്ടോ? അത് വളരെ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട പണിയാണ്. വളരെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ട പണിയാണ്. അല്ലാഹുവിന്റെ കലാമ് പാരായണം ചെയ്യുമ്പോ തദബ്ബുർ ആവശ്യമാണ്, തഫഹും ആവശ്യമാണ്, തഫക്കുർ ആവശ്യമാണ്. അഥവാ ഞാൻ എന്താ എന്റെ നാവ് കൊണ്ട് പാരായണം ചെയ്യുന്നത്? എന്റെ റബ്ബനോട് സംസാരിക്കുകയാണ്. ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ ഖൽബ് അറിയാതെ, എന്റെ മനസ്സതിൽ പങ്കെടുക്കാതെയുള്ള ഓത്തിന് ഒരു വലിയ പ്രതിഫലവുമൊന്നുമില്ല. എന്നാൽ പ്രതിഫലമുണ്ട് താനും. അതേ അവസരത്തിൽ നാം ചിന്തിച്ചുകൊണ്ടാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ, ആശയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ അതിന് സമയം ആവശ്യമാണ്. അതിന് പ്രത്യേകമായ അതിന്റെ മര്യാദകളുണ്ട്. ആ മര്യാദകളൊന്നും ഇല്ലാത്ത ഓത്താണ് വലിയ മഹത്വമായി കൊണ്ട് ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടും തീർന്നില്ല. ഇനി പറയുന്നത് എന്താണ്? ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോവറി. ഒരു ചൊൽ, ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് കാരണത്താൽ ശൈഖ് ജീലാനി 3 വർഷം കാത്തിരുന്നു എന്നാണ് പറയുന്നത്. കേൾക്കൂ, എന്താണ് അതിന്റെ വിവരണം എന്ന് ഇവർ തന്നെ വ്യാഖ്യാനിക്കുന്നത് കേട്ടോളൂ. ഇവിടെ ഇരിക്കൂ, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പിരിഞ്ഞ തന്റെ ശൈഖ് 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ ശൈഖ് അവറുകൾ അതേ സ്ഥലത്ത് കാത്തു നിന്ന് അദബ് പാലിച്ചു. നോക്കണം നിങ്ങൾ, മുഹീദ്ദീൻ ശൈഖിനോട് അദ്ദേഹത്തിനോടൊരു ശൈഖ് പറഞ്ഞുത്രേ, ഇവിടെ നിൽക്കൂ, ഞാൻ വരുന്നത് വരെ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശൈഖ് തന്നോട് പറഞ്ഞ ആ വാക്കിനോടുള്ള അദബ് കൊണ്ട് മഹാനായ ശൈഖ് ജീലാനി ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ 3 കൊല്ലം നിന്നാതെ നിൽപ്പൊരൊറ്റ സ്ഥലത്ത് മഹാനവറുകൾ പിരിഞ്ഞുപോയില്ല. നോക്കണം നിങ്ങൾ. ഇനി അതിന്റെ വിശദീകരണം കേട്ടോളൂ. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ സമുദായത്തിലെ ഉമ്മപെങ്ങന്മാര് വലിയ വിഷയമായിട്ട് മനസ്സിലാക്കുകയാണ്. അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ? ചിന്തിച്ചു നോക്കൂ എന്താ ഇവര് പറയുന്നത്. ശൈഖ് അബുൽ അബ്ബാസ് പറയുന്നു, നമ്മുടെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദിൽ ഇപ്രകാരം പറയുന്നത് നാം കേട്ടു. എന്താ മഹാനവറുകൾ പറഞ്ഞത്? അതിനു മുമ്പ് ഞാൻ തീർത്ഥയാത്രയിലായിരുന്നു. അതിനിടെ ഒരാൾ എന്റെ അരികിൽ വന്നു. ശൈഖ് ജീലാനി ഇങ്ങനെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഒരാൾ ശൈഖ് ജീലാനിയുടെ അരികിൽ വന്നു. മുമ്പ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ജീലാനി പറയാണ്, ഞാൻ അദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എന്റെ അനുയായിയാകണോ
ഞാൻ പറഞ്ഞു അതെ. എനിക്ക് എന്റെ മുരീദാകണോ എന്ന് ചോദിച്ചു ഷെയ്ഖിനോട്. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ എതിർക്കരുതെന്ന നിബന്ധനയോടെ, എന്നെ എതിർക്കരുത് ഞാനെന്ത് ചെയ്താലും ആ നിബന്ധനയോടെ നിനക്ക് എന്റെ കൂടെ കൂടാമോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ അതിനും തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ ഇരിക്കൂ, ഞാൻ വരും വരെ. ഇവിടെ ഇരുന്നോ? ഇവിടെ ഇരിക്കൂന്ന് ആദ്യം പറഞ്ഞത്. ഞാൻ ഇവിടെ വരും വരെ ഇവിടെ ഇരിക്കണം. തുടർന്ന് 1 വർഷം അദ്ദേഹം അപ്രത്യക്ഷനായി. ശേഷം തിരിച്ചു വന്നപ്പോൾ ഞാൻ അതേ സ്ഥലത്തുണ്ട്. 1 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ഇയാൾ തിരിച്ചു വരുന്നത്. അപ്പൊ ഞാൻ അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം കുറച്ചു സമയം എന്റെ കൂടെ ഇരുന്നു. പിന്നീട് എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ മടങ്ങി വരും വരെ. വീണ്ടും 1 വർഷം അദ്ദേഹം അപ്രത്യക്ഷനായി. പിന്നെ തിരിച്ചു വന്നു. ഞാൻ അതേ സ്ഥലത്ത് തന്നെ കുറച്ചു നേരം എന്റെ കൂടെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, നീ ഇവിടെ തന്നെ ഉണ്ടാകണം, ഞാൻ വരും വരെ. 1 വർഷം കൂടി അപ്രത്യക്ഷനായി. പിന്നെ അദ്ദേഹം വരുന്നത് പത്തിരിയും പാലുമായാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖളിറാണ്, നിങ്ങളുടെ കൂടെ ഭക്ഷിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബഗ്ദാദിൽ പോകൂ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ബഗ്ദാദിലോട്ട് പോയി. നോക്കണം, നിങ്ങൾ ഈ വന്ന് പറഞ്ഞ ആളാരാണ്? ഖിദർ അലൈഹിസ്സലാമാണ് പോലും. ഖിദർ നബിയെ സംബന്ധിച്ച് ഇവരുടെ വിശ്വാസം ഖിദർ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടില്ല, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്നാണ്. ഒരാളുകൾക്ക് ഷൈക്കൻഡ് കൊടുക്കുമ്പോൾ ഒന്ന് ഞെക്കി നോക്കും ഈ വിരലൊന്ന്. കാരണം ഇവിടെ വിരലില്ലാത്ത ആളാണ് പോലും, എല്ലില്ലാത്ത ആളാണ് പോലും ഷെയ്ഖ് ഖിദർ അലൈഹിസ്സലാം. അപ്പൊ ഖിദർ നബിയാണോ നോക്കുക? പിടിച്ചു നോക്കിയിട്ട് ഒന്നും ഇങ്ങനെ ഞെരടി നോക്കുകയാണ്, ഇവിടെ എല്ലുണ്ടോ? ആ നിലക്കൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ പോലുമുണ്ട്. അങ്ങനെ ഷെയ്ഖ് ജീലാനിയോട് ഈ വന്ന് പറഞ്ഞ ഷെയ്ഖ് ആരാന്നാ പറയുന്നത്? ഖിദർ അലൈഹിസ്സലാമാ പറഞ്ഞത്. മുഹീദ്ദീൻ ഷെയ്ഖിന് അത് മനസ്സിലായില്ല. മുഹീദ്ദീൻ ഷെയ്ഖിന് അത് മനസ്സിലായില്ല. വന്ന ഷെയ്ഖ് ആരാന്ന് മനസ്സിലായില്ല. ഇവിടെ നിൽക്കുന്നു പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു, അവിടെ ഇരുന്നു. 1 കൊല്ലം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ അവിടെ തന്നെ ഉണ്ട്. പിന്നെയും പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ 2-3 തവണ 3 കൊല്ലം. ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. തന്റെ ഷെയ്ഖിന്റെ ഒരു വാക്കിന്റെ പേരിൽ 3 കൊല്ലം ഒരേ സ്ഥലത്ത് കാത്തിരിപ്പ് തന്നെ. ഇത് ഈ കെട്ടുകഥ എങ്ങനെയാണ് പറഞ്ഞ അവൻ പോകുകയാണെങ്കിൽ തിരക്കടില്ല. ഇത് വായിക്കുന്നവന്റെ മനസ്സിലുണ്ടാക്കുന്ന വികാരം നോക്കൂ. ഒരു ശൈഖും മുരീദും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്ന് ഈ കള്ളക്കഥയിൽ ഇവർ ഇനി ഇസ്തിംബാത്ത് ചെയ്യുകയാണ്, ഇവർ ഗവേഷണം ചെയ്യുകയാണ്. ഉള്ളതോ കെട്ടുകഥയാണ്. ആ കെട്ടുകഥ മേലിനി മറ്റൊരു സൗധം കൂടി കെട്ടിപ്പടുത്താലോ? ഉള്ളത് തന്നെ പറയുന്ന കഥ പോലും കെട്ടുകഥയാണ്. ഇനി അതിന്മേൽ ചില നിയമങ്ങൾ കൂടി ഉണ്ടാക്കിയാലത്തെ സ്ഥിതി എന്തായിരിക്കും? ഈ കഥ പറഞ്ഞിട്ട് ഇയാള് പറയുകയാണ്, ഒരു ശൈഖും മുരീദും തമ്മിൽ ഇങ്ങനെ വേണം. എങ്ങനെ ഷെയ്ഖ് മുരീദിനോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം? മുരീദും ഷെയ്ഖുമായിട്ട് എങ്ങനെ ബന്ധം വേണം? എന്താ ഷെയ്ഖ് മുരീദ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാടിൽ നിന്ന് ഒരുപാട് ഷെയ്ഖുമാരുടെ പിടിയിലാണ്, മുരീദന്മാരുടെ പിടിയിലാണ്. ഒരുപാട് ഷെയ്ഖുമാരുടെ ചീഞ്ഞിനാറിയ കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആലുവ സുൽത്താന്റെ കഥ പുറത്തു വരുന്നുണ്ട്, സ്വാമിമാരുടെ കഥ പുറത്തു വരുന്നുണ്ട്, അമ്മമാരുടെ കഥ പുറത്തു വരുന്നുണ്ട്. മതഭേദമില്ലാതെ ഈ രംഗത്ത് ചൂഷണം ചെയ്യുന്ന സർവ്വ കള്ളന്മാരും ദിനേനയെന്നോണം പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സന്ദർഭത്തിൽ ഈ കെട്ടുകഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇയാൾ ജനങ്ങളോട് പറയുന്നത് എന്താണെന്നോ? ഒരു ശൈഖും മുരീദും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? ശൈഖ് എന്ത് പറഞ്ഞാലും മുരീദ് അങ്ങ് കേട്ടുകൊള്ളണം. എന്ത് തന്നെ ശൈഖ് കൽപ്പിച്ചാലും അനുയായികളെ ചോദ്യം ചെയ്യരുത് കേട്ടോ. അതിന് ശൈഖ് ജീലാനിയുടെ ഈ കഥ തെളിവാണ് പോലും. ഏകഥ ഈ പറഞ്ഞ കെട്ടുകഥ. കാരണം എന്താ? ഷെയ്ഖിനോട് ചോദിച്ചില്ലല്ലോ മുരീദ് എന്തിനാ ഷെയ്ഖേ ഉസ്താദേ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണ്? ചോദിക്കാമായിരുന്നില്ലേ? ഇയാൾ പറയാൻ ചോദിക്കാമായിരുന്നില്ലേ? എന്തേ ചോദിക്കാനൊരു ജീലാനി? ഒരു മുരീദ് ഷെയ്ഖിന്റെ അടുക്കൽ അങ്ങനെ ആയിരിക്കണം. ഷെയ്ഖ് എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യരുത്. നമുക്കൊരു പക്ഷേ അതുകൊണ്ടൊരു കാര്യവുമില്ലെന്ന് തോന്നിയാലും ചോദിച്ചു പോകരുത്. എത്രത്തോളം വകുന്നിന്ദഹു കൽമൈതി ഇൻദ മുഗസ്സിലിൻ യുഖല്ലിബുഹു മാ ശാഅ വഹുവ മുതാവഉ വസല്ലിം ലഹു ഫീമാ തറാഹു വലൗ യകുൻ അലാ ഗൈരി മശ്റൂഇൻ ഫസമ്മാ മുഖാദിഉ
ولا تعترض فيما جهلت من أمره عليه فإن الاعتراض تنازع ففي قصة الخضر الكريم كفاية بقتل غلام والكليم يدافع. കുറെ ഇയാൾ വിശദീകരിക്കുകയാണ്. എന്താ പറയുന്നത്? ഒരു ശൈഖിന്റെ അടുക്കൽ ശൈഖിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരു മുരീദ്, അയാൾ എങ്ങനെയായിരിക്കണം ഉസ്താദിന്റെ മുമ്പിൽ? വകുന്നി ആയിക്കോ ഇൻദഹു, ആ ഉസ്താദിന്റെ മുമ്പിൽ, കൽ മയ്യിത്ത് ഇൻദ മുഗസ്സിലിൻ, മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പ് കിടക്കുന്ന മയ്യത്ത് പോലെയാകണം. ഒരു ശൈഖിന്റെ മുമ്പിൽ മുരീദ് എങ്ങനെയാവണമെന്നാ പറഞ്ഞു കൊടുക്കുന്നത്? കുളിപ്പിക്കുന്നവന്റെ കട്ടിലിൽ, കുളിപ്പിക്കുന്നവന്റെ മുമ്പിലെ ആ മരക്കട്ടിലിൽ, ആ മരപ്പലകയിൽ കിടന്നു കൊടുക്കുന്നില്ലേ? ഒരു മയ്യത്തിനെ കാണുന്നില്ലേ കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ? യുഖല്ലിബുഹു മാ ശാഅ വഹുവ മുതാവിഉ. ഈ മയ്യത്തിനെ എങ്ങോട്ട് ചരിച്ചു കിടത്തിയാലും, എഴുന്നേൽപ്പിച്ചിരുത്തിയാലും, അങ്ങോട്ട് മറിച്ചിട്ടാലും, ഇങ്ങോട്ട് തിരിച്ചു കിടത്തിയാലും അയാൾ പ്രതികരിക്കാറില്ലല്ലോ. അതുകൊണ്ട് വസല്ലിം ലഹു ഫീമാ തറാഹു വലൗ യകുൻ അലാ ഗൈരി മശ്റൂഇൻ ഫസമ്മാ മുഖാദിഉ. നീ ആ ശൈഖിനങ്ങ് പരിപൂർണമായി കീഴ്പ്പെട്ടുകൊള്ളണം. വസല്ലിം ലഹു, നീ നിന്നെ അദ്ദേഹത്തിന് സമർപ്പിക്കണം. ഫീമാ തറാഹു, നീ അയാളെ എന്ത് ചെയ്യുന്നത് കണ്ടാലും നീ കുറ്റപ്പെടുത്തരുത് കേട്ടോ. വലൗ യകുൻ അലാ ഗൈരി മശ്റൂഇൻ ഫസമ്മാ മുഖാദിഉ. അയാൾ ശരീഅത്തിന് എതിരായിട്ട് ചെയ്യുന്നത് കണ്ടാലും നീ ഒന്നും പറഞ്ഞു പോകരുത്, ഒന്നും പറയാൻ പാടില്ല. നിന്റെ ശൈഖ് ഒരു പക്ഷേ കള്ളു കുടിക്കുന്നത് കണ്ടേക്കും, നിന്റെ ശൈഖ് ഒരു പക്ഷേ അന്യപെണ്ണുമായിട്ടുള്ള ബന്ധങ്ങൾ നീ കണ്ടേക്കും, പക്ഷേ നീ ഒന്നും പറഞ്ഞു പോകാൻ പാടില്ല. കാരണം എന്താ? നീ മിണ്ടാതിരുന്നു കൊള്ളണം. വലാ തഅ്തരിൽ ഫീമാ ജഹിൽത മിൻ അംരിഹി അലൈഹി ഫഇന്നൽ ഇഅ്തിറാദ തനാസുഉ. നിനക്കറിയാത്ത കാര്യങ്ങളൊക്കെ പലതും മഹാനവറുകൾക്കുണ്ടെന്ന് ധരിച്ചോളണം. അവിടെ നീ ചോദിക്കാൻ പോകണ്ട. നിനക്കിതിന് തെളിവ് വേണോ? തെളിവ് വേണമെങ്കിൽ അതും പറഞ്ഞു തരികയാണെന്ത്? ശൈഖവറുകൾ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായി കൊള്ളണമെന്നില്ല. അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബാഹ്യത്തിൽ തോന്നിയേക്കും, പക്ഷേ അയാൾ ചെയ്യുന്നത് 100% ശരിയാണ്. അതിനുള്ള തെളിവെന്താ? ഫഫീ ഖിസ്സത്തിൽ ഖിദറിൽ കരീമി കിഫായത്തുൻ ബിഖത്ലി ഗുലാമിൻ വൽ കലീമു യുദാഫിഉ. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദർ നബി അലൈഹിസ്സലാമും കൂടി യാത്ര പോകുമ്പോ ഖിദർ അലൈഹിസ്സലാം ഒരു കുട്ടിയെ കൊന്നില്ലേ? ഒരു കുട്ടിയെ അകാരണമായി കൊല്ലാൻ പാടുണ്ടോ? ഒരാളെ കൊല്ലൽ ഇസ്ലാമിൽ പാടുണ്ടോ? എന്നിട്ടും ഖിദർ അലൈഹിസ്സലാം കൊന്നില്ലേ? മൂസ നബി ചോദ്യം ചെയ്തപ്പോ പിന്നീട് മൂസ നബിക്ക് ഖേദിക്കേണ്ടി വന്നില്ലേ? കാരണം സത്യം എന്താണെന്ന് പിന്നെ ഖിദർ അലൈഹിസ്സലാം വിശദീകരിച്ചപ്പോ താൻ ചോദ്യം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മൂസാ നബിക്ക് പോലും ബോധ്യമായില്ലേ? ഇത് പറഞ്ഞിട്ടാ പറയണത് ശൈഖുമാര് തെറ്റ് ചെയ്താ മുരീദന്മാര് ചോദിക്കരുത്. ബാഹ്യത്തിൽ നമുക്കത് തെറ്റായി തോന്നിയാലും അതിനൊക്കെ ചില അസറാറുകളുണ്ട്, അതിനൊക്കെ ചില രഹസ്യങ്ങളുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, فلما أضاء الصبح عن ليل سره وسلى حساما للغيابيه قاطع أقام له العذر الكليم وإنه كذلك علم القوم فيه بدائع. മൂസ നബിക്ക് സത്യമങ്ങ് ബോധ്യമായപ്പോ മഹാനവറുകൾ ഖിദർ അലൈഹിസ്സലാമിനോട് മാപ്പ് പറഞ്ഞില്ലേ, പൊറുക്കണേ എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാട്ടിലെ കള്ള ശൈഖുമാര് നടത്തുന്ന തോന്നിയാസങ്ങളെ ന്യായീകരിക്കാനും അവർ ചെയ്യുന്ന തെമ്മാടിത്തങ്ങളെ അതിന് കോപ്പ് കൂട്ടാനും വേണ്ടി ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ എഴുതിവിടുന്നു. എത്ര അബദ്ധത്തിലേക്കാ സഹോദരന്മാരെ പോകുന്നത്! ആ കാര്യങ്ങൾ പറഞ്ഞ് അത് മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഭവങ്ങളാണ്, അള്ളാഹു പറഞ്ഞിരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതേ അവസരത്തിൽ ഇന്ന് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ,
അവരുടെ ഓരോ ചെയ്തികളെയും അവരെന്ത് തന്നെ തോന്നിയാസം ചെയ്താലും, തങ്ങൾ പാപ്പ കള്ളു കുടിച്ചാലും അത് വായിലെത്തുമ്പോഴേക്ക് തേനാണ്. സ്വന്തം പെങ്ങളെ പോലെയാണ് അന്യ പെണ്ണുങ്ങൾ എന്ന് പറയുന്നു. അതേപോലെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ഇവര് പറയുന്നുണ്ട്. സ്വർണമോതിരം അവർക്ക് ധരിച്ചാൽ കുഴപ്പമില്ല പോലും, ഒക്കെ അവർക്ക് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. പട്ടുടുക്കാം, അവർക്ക് എല്ലാ ഹറാമുകളും അവർക്ക് ചെയ്യാം. ആ ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ കൂടി ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പഴുതുവെക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, ഈ നിലക്കുള്ള ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ദുരന്തം ഇതിലൂടെ വന്നു ചേരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ വ്യാഖ്യാനം പറഞ്ഞു ഒപ്പിച്ചിട്ട് ചെയ്യുന്നതെന്താ? മനുഷ്യരെ ഇസ്ലാമികമായ യഥാർത്ഥമായ പാഠങ്ങളിൽ നിന്നാണ് തെറ്റിക്കുകയാണ്. അപ്പോ ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊന്നും ഇസ്ലാമികമായ നിലക്ക് സ്ഥാപിക്കപ്പെട്ട കാര്യങ്ങളല്ല, അനിസ്ലാമികമായ കാര്യങ്ങളാണ്. ഈ ശൈഖും ഈ നിലക്കുള്ള മുരീദുമാരും ഈ നിലക്കുള്ള വഴിവിട്ട തരീഖത്തുകളും അതൊന്നും ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയിൽ ഇല്ല. അതൊക്കെ പിന്നീട് കടന്നു കയറിയ ഇത്തിക്കണ്ണികളാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ടതില്ല. ഇനി നോക്കൂ നിങ്ങൾ, ശൈഖ് അവറുകളെ സംബന്ധിച്ച് പറയുന്ന പിന്നത്തെ മതം എന്താണ്? ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്തു നടന്നോവർ. ഊണും ഉറക്കവും അതൊന്നും കൂടാതെ, ഊണുമില്ല ഉറക്കുമില്ല, അതൊന്നും കൂടാതെ എത്ര കാലാണ്? ഒരാണ്ട് കാലം പുറത്തു നടന്നോവർ. ശൈഖ് അവറുകൾ ഭക്ഷണവും വെള്ളവും ഉറക്കുമില്ലാതെ 1 വർഷം ധ്യാനനിരതനായി പ്രവർത്തിച്ചു. വലിയ മഹത്വമായിട്ട് പറഞ്ഞതാണ്. ഇസ്ലാമിലുണ്ടോ അങ്ങനെ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പറയട്ടെ, ഊണ് കഴിക്കാതെ ഉറങ്ങാതെ അതൊന്നും കൂടാതെ ഒരാണ്ട് കാലം പുറത്തു നടന്നു എന്നാണ്. അത് തന്നെ കേട്ടോളൂ എങ്ങനെയാണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, ഞാൻ കുറച്ചു കാലം മദായിനിലെ വിജന പ്രദേശങ്ങളിൽ താമസിച്ചു. ആത്മീയ യുദ്ധത്തിന്റെ മാർഗത്തിൽ എന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട്, ആത്മീയ യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത യുദ്ധം, സഹാബിമാർക്ക് പരിചയമില്ലാത്ത യുദ്ധം, ഇവരുടെ ഡിക്ഷണറിയിൽ മാത്രമുള്ള ഒരു യുദ്ധമാണ് ആത്മീയ യുദ്ധം. എന്താണ് ആ ആത്മീയ യുദ്ധം? കേട്ടോളൂ. അങ്ങനെ തന്നിമിത്തം 1 വർഷം ഉച്ഛിഷ്ടങ്ങൾ മാത്രം ഭക്ഷിച്ചു, വെള്ളം കുടിക്കില്ലായിരുന്നു. 1 വർഷം വെള്ളം പറ്റ ഒഴിവാക്കി, നേരിയ ഭക്ഷണം കഴിക്കും. 1 വർഷം കുടിച്ചു, എന്നാൽ ഉച്ഛിഷ്ടങ്ങൾ ഭക്ഷിച്ചില്ല. 1 വർഷം വെറും വെള്ളത്തിന്മേൽ മാത്രം ജീവിച്ചു. മറ്റൊരു വർഷം ഭക്ഷണമോ വെള്ളമോ ഉറക്കോ ഒന്നുമില്ലാതെ കഴിച്ചു കൂട്ടി. അതാ പറഞ്ഞത്, ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പോറുത്തി നടന്നോവർ. അങ്ങനെ ജീവിച്ചു എന്നാണ്. 1 വർഷം ഭക്ഷണവും വെള്ളവും ഉറക്കുമില്ലാതെ ശൈഖ് അവറുകൾ ജീവിച്ചതും കൽപ്പനയും അനുവാദവും അപ്രകാരമായതുകൊണ്ടാണ്. അപ്പൊ അല്ലാഹ് കൽപ്പിച്ചു പോലും, അല്ലാഹു തആല കൽപ്പിച്ചു പോലും. കാരണം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ അമാനില്ലാതെന്നോവർ. എന്തും എന്നോട് ചൊല്ലാതെ ഞാൻ ചെയ്യാറില്ല, പറയാറില്ല, പ്രവർത്തിക്കാറില്ല. അപ്പൊ വഹി ഇങ്ങനെ കിട്ടല. നേരത്തെ പറഞ്ഞില്ലേ, ആരാനും എന്തെങ്കിലും ചോദിച്ചാ എന്താ പറയാറ്? അനുവാദം വന്നാൽ പാറവാൻ ഞാൻ എന്നോവർ. ചോദിച്ചാൽ ഉത്തരം പറയാറില്ല പലപ്പോഴും. അള്ളാഹുടെ അനുവാദം കിട്ടിയാ പറയാനാ പറയാറുള്ളൂ. ഈ നിലക്കുള്ള അബദ്ധങ്ങളുടെ ഒരു കേന്ദ്രം, അബദ്ധങ്ങളുടേതായ ഒരു ഘോഷയാത്രയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ മഹാത്മാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തീരെ ഭക്ഷണം കഴിക്കരുത്, 1 കൊല്ലം നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇബാദത്തിൽ കഴിയണം. ഒരു വലിയനോടും ലോകത്ത് റബ്ബുൽ ആലമീനായ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൽപ്പിച്ചിട്ടേയില്ല. മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് എന്താ പറഞ്ഞത്? സഹാബിമാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ സമയമായാൽ ഉടൻ നോമ്പ് മുറിക്കണം. സമയമായാൽ ഉടനെ നോമ്പ് മുറിക്കുന്നവനാണ് ഖൈറായ മനുഷ്യൻ, അതാണ് ഏറ്റവും പുണ്യകരം. അത്താഴം വളരെ പിന്തിക്കുന്നതാണ് ഖൈറ്. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുകയും ചെയ്യണം. സമയമായിട്ടും നോമ്പ് തുറക്കാതെ നീട്ടിവെക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. രാത്രിയിലും ഭക്ഷണം കഴിക്കാതെ പകല് പിന്നെയും നോമ്പ്, രാത്രി പിന്നെയും നോമ്പ് മുറിക്കാതെ പിന്നെയും നോമ്പ്. അങ്ങനെ നോമ്പ് ഇങ്ങനെ വളരെ തുടരെയുള്ള നോമ്പിനെ
തുടർച്ചയായ നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്. രാപ്പകൽ ഒന്നിച്ചുള്ള നോമ്പിന് സൗമുൽ വിസാൽ എന്നാണ് പറയുക. വിസാൽ എന്ന് പറഞ്ഞാൽ രാവും പകലുമൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നോമ്പ് തന്നെ. നോമ്പ് തുറിക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ രാപ്പകലുകൾ ഒന്നിച്ചുള്ള നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. നബി ചിലപ്പോൾ രാത്രി നോമ്പ് മുറിക്കൂല, തുടർച്ചയായി നോമ്പെടുക്കും. അപ്പൊ ഒരു സഹാബി ചോദിക്കുകയാണ്, ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ചിലപ്പോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്നാ നിങ്ങളും ചെയ്തോളൂ എന്നല്ല പറഞ്ഞത്. വഅയ്യുക്കും മിസ്ലീ, നിങ്ങളിൽ ആരുണ്ട് എന്നെപ്പോലെ? എന്നെപ്പോലെ നിങ്ങളിൽ ആരുണ്ട്? ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, എന്നെ എൻ്റെ റബ്ബ് കുടിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ പോലെ ആവില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിന് അള്ളാഹു ചില സ്പെഷ്യൽ ചില മഹത്വങ്ങൾ ആ അവസരത്തിൽ എനിക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യും. പക്ഷെ നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സമയമായ ഉടനെ നോമ്പ് മുറിച്ചു കൊള്ളണം. അങ്ങനെ രാപ്പകൽ ഒന്നിച്ചുള്ള നോമ്പ് നിങ്ങൾക്ക് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുന്നു. അപ്പൊ ശൈഖ് ജീലാനിയുടെ മഹത്വമായിട്ട് ഇത് പറയേണ്ടതാണോ? അദ്ദേഹം എന്താ ചെയ്തത്? ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നോവർ. അത് ഇസ്ലാമികമായിട്ടുള്ളൊരു സമ്പ്രദായമല്ല, ഇസ്ലാമികമായിട്ടുള്ള ഒരു സമ്പ്രദായം അല്ലത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര് വന്നിട്ട് പറഞ്ഞില്ലേ, ആ സംഭവത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിനി അവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇബാദത്ത് ചോദിച്ചറിഞ്ഞപ്പോ ആ സഹാബിയിൽ ഒരാളെന്താ പറഞ്ഞത്? ഞാനിനി നോമ്പ് മുറിക്കുകയേ ഇല്ല, എനിക്ക് എപ്പോഴും നോമ്പായിരിക്കുമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്റെ അനുയായികളൊക്കെ വളരെ നന്നായി പോയി എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് എന്റെ മാർഗത്തിൽപ്പെട്ടതല്ല എന്നാ പറഞ്ഞത്. നോമ്പും തുറക്കണം, നോമ്പെടുക്കണം, അങ്ങനെയാണ് എന്റെ ചര്യ. ആ ചര്യയിൽ നിന്ന് ആര് മാറി നിൽക്കുന്നുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ഇസ്ലാമികമായിട്ടൊരു മഹത്വമുള്ള കാര്യമല്ലത്. ഒരാൾ ഇങ്ങനെ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു കൊല്ലം ഇങ്ങനെ വെറുതെ ഇരിക്കുക, വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണവും കഴിക്കാതെ ഒരാണ്ട് കാലം അങ്ങനെ പുറത്ത് നടക്കുക, അള്ളാന്റെ അടുക്കൽ കൂലിട്ടോ? ഇല്ല. അല്ലാഹു തആല എന്താ പറഞ്ഞത്? വലാ തുൽഖൂ ബിഐദീകും ഇലൽ തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് വലിച്ചിടരുത്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. സ്വന്തം ആത്മാവിനെ ഇങ്ങനെ പീഡിപ്പിച്ച് ശരീരത്തെ ഇങ്ങനെ കൊല ചെയ്യുന്ന ഏർപ്പാട് അത് ഇസ്ലാം അംഗീകരിച്ചു കൊടുത്ത സമ്പ്രദായമല്ല. പക്ഷേ ഈ തരീഖത്തുകാർ പറയുന്നത് എന്താണ്? ഒരു യഥാർത്ഥത്തിൽ ഒരു അള്ളാഹുവിനോട് അടുത്ത ഒരു സൂഫിയാകണമെങ്കിൽ അയാൾ പിന്നെ നല്ല ഭക്ഷണം കഴിച്ചുകൂടാ, തണുത്ത വെള്ളം ഒരാൾ കുടിച്ചുകൂടാ, ക്യാരറ്റ് പോലും രുചി നോക്കിക്കൂടാ എന്ന് എഴുതിവിട്ട പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇനി മധുരമുള്ളതല്ലേ, അവിടെ അതുപോലും കഴിച്ചുകൂടാ ദുന്യാവെന്ന്, നല്ല കൂലി കിട്ടുള്ളൂ ജീവിതത്തിൽ. 14 കൊല്ലക്കാലം ഒരൽപ്പം ഒരു തരി ഉപ്പ് രസം പോലും രുചിക്കാത്ത സൂഫികൾ ഉണ്ടായിരുന്നു എന്ന് എഴുതിവിട്ടിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള മദ്ഹുകളും ഇവർ എഴുതിവിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ അവരെഴുതിയ ഒരു മദ്ഹുണ്ട്, അതൊരൽപ്പം വിശാലമാണ്. പക്ഷേ പെട്ടെന്ന് ഞാനൊന്ന് വായിച്ചു തീർക്കാം. അത് പറയുന്ന കാര്യം വളരെ അപകടകരമായൊരു കാര്യമാണ് അതിൽ പറയുന്നത്. ഒരു സൂഫിയുടെ സൂക്ഷ്മത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കഥയാണ്. വിശദീകരിക്കൊന്നുമില്ല, കേൾക്കുന്നവർ ആദ്യത്തിലാണ് കേട്ടോളണം, പിന്നെ വിശദീകരിക്കൊന്നുമില്ല. അങ്ങനെ വിശദീകരിക്കാൻ പറ്റിയ കേസുമല്ല. അതുകൊണ്ട് ഞാനിത് സ്പീഡിലങ്ങ് വായിച്ചു പോകണം, ശ്രദ്ധ തെറ്റാതെ കേട്ടിരുന്നോളണം. എന്താ പറയുന്നത് എന്നറിയോ? ഒരു ശൈഖിന്റെ കഥ പറയാണ്, അയാളുടെ സൂക്ഷ്മതയുടെ ആഴം പറയാണ്, അയാള് ചെയ്തിട്ടുള്ളത് എന്താണ് അതിനു വേണ്ടി എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത്. സുന്നി വോയിസിൽ വലിയ രൂപത്തിൽ മഹത്വങ്ങളൊക്കെ പറഞ്ഞ ഒരു പ്രസിദ്ധീകരണത്തിനാണ് വായിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനമുള്ളതാ പറയുന്നത്, കേട്ടോളൂ. ബനു ഇസ്രായേൽക്കാരിൽ ബൂന എന്നു പേരായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഐഹിക സുഖങ്ങളെല്ലാം ത്യജിച്ച് ഇബാദത്തിൽ മുഴുകി കഴിയുകയായിരുന്നു അദ്ദേഹം. പ്രസിദ്ധനായ ആ സൂഫി വര്യനെ പറ്റി അന്നത്തെ രാജാവായിരുന്ന താലൂത്തിന്റെ മകൾ കേട്ടു. അവൾ പിതാവിനോട് പറഞ്ഞു,
ബൂനായുടെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം ഏകാന്ത ധ്യാനത്തിൽ മുഴുകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അങ്ങനിക്ക് അനുമതി നൽകണം. ത്വാലൂത്ത് രാജാവ് മകളുടെ ഹിതമനുസരിച്ച് ബൂനായെ വിളിച്ചു വരുത്തി മകളുടെ ആഗ്രഹം അറിയിച്ചു. ബൂന പറഞ്ഞു, മഹാരാജാവേ, ചെറുപ്പക്കാരനായ ഞാനും സുന്ദരിയായ അങ്ങയുടെ മകളും ഒറ്റയ്ക്ക് കാട്ടിൽ ജീവിക്കുന്നത് അപകടകരമാണല്ലോ. അതുകൊണ്ട് ഈ ആവശ്യം അംഗീകരിക്കാൻ എനിക്ക് വയ്യ. രാജാവ് പറഞ്ഞു, മഹാത്യാഗിയായ താങ്കളെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഭയവുമില്ല. ഒരിക്കലും താങ്കളിൽ നിന്ന് യാതൊരു തെറ്റും വന്നു പോവുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. താങ്കൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. രാജാവിന്റെ നിർബന്ധം കഠിനമായപ്പോൾ ബൂന അതിന് സമ്മതിച്ചു. ഏതാനും ദിവസത്തെ അവധി തരണം തനിക്കെന്ന് ബൂന അപേക്ഷിച്ചു. രാജാവ് അത് അംഗീകരിക്കുകയും ചെയ്തു. ബൂന തന്റെ ആശ്രമത്തിൽ ചെന്ന് ഒരു കത്തിയെടുത്ത് തന്റെ ജനനേന്ദ്രിയം ഛേദിച്ചു. അവിടെ മരുന്ന് വെച്ച് കെട്ടുകയും ചെയ്തു. മുറിച്ചെടുത്ത ജനനേന്ദ്രിയം ഒരു പാത്രത്തിലാക്കി അത് ജീർണിച്ചു പോകാതിരിക്കാനുള്ള മരുന്ന് അതിന്മേൽ പുരട്ടി പിന്നെ പാത്രം ഭദ്രമായി അടച്ച് സീല് വെച്ചു. തന്റെ ജനനേന്ദ്രിയത്തിലെ വ്രണം നല്ലവണ്ണം ഉണങ്ങിയ ശേഷം ബൂന രാജാവിന്റെ സന്നിധിയിൽ ആ പാത്രവുമായി എത്തി. എന്നിട്ട് പറഞ്ഞു, പ്രഭോ, ഈ പാത്രം ഭദ്രമായി അങ്ങ് സൂക്ഷിച്ചു വെക്കണം. ഞാൻ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു തന്നാൽ മതി. ഇനി മകളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. രാജാവ് സീല് വെച്ച ആ പാത്രം വാങ്ങി സൂക്ഷിച്ചു വെച്ചു. മകളെ ബൂനായുടെ കൂടെ കാട്ടിലയക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും വിജന സ്ഥലത്തുള്ള പർണശാലയിൽ ചെന്ന് ഇബാദത്തിൽ മുഴുകി. ഏതാനും ദിവസം ആ നിലയിൽ കഴിഞ്ഞു. രാജകുമാരിയുടെ മനസ്സ് പതറാൻ തുടങ്ങി. ബൂനായെ അവൾ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ രഹസ്യം ബൂനായെ അറിയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരാ, താങ്കൾക്ക് എന്നെ വിവാഹം കഴിച്ചുകൂടെ? നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായി ഇവിടെ ഇബാദത്തിൽ ല്ലോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ പിതാവ് ഇവിടെ എത്തിച്ചു തരികയും ചെയ്യും. ബൂനായിര് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ബ്രഹ്മചാരിയായ ആ യുവാവ് പറഞ്ഞു, ഭവതി എന്താണ് ഈ പറയുന്നത്? ബ്രഹ്മചാരിയായ എനിക്ക് വിവാഹം ചെയ്യാൻ സാധിക്കയില്ലെന്നോർക്കുക. എന്നെ ശല്യപ്പെടുത്താതെ ഇബാദത്തിൽ മുഴുകിക്കോ, അല്ലെങ്കിൽ രാജധാനിയിലേക്ക് തിരിച്ചു പോകണം. അവൾ പറഞ്ഞു, എന്റെ ആഗ്രഹം നിറവേറ്റി തരാത്ത പക്ഷം ഞാൻ താങ്കളെപ്പറ്റി പിതാവിനോട് അപവാദം പറയും. എന്നെ ബലാത്സംഗം ചെയ്യാൻ തുനിഞ്ഞുവെന്ന് പിതാവിനോട് പറയും. പിന്നെ താങ്കൾക്ക് രക്ഷ കിട്ടുകയില്ല. എന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നതാ നിങ്ങൾക്ക് നല്ലത്. ബൂന ഒട്ടും ഭയപ്പെടാതെ അവളുടെ ഭീഷണികൾ തൃണവൽഗണിച്ച് ഇബാദത്തിൽ മുഴുകി. തന്റെ ആഗ്രഹം നിരസിച്ച ബൂനയോട് രാജകുമാരിക്ക് ഒടുങ്ങാത്ത പകയുണ്ടായി. ബൂനയെ കുടുക്കാൻ തന്നെ അവൾ ദൃഢനിശ്ചയം ചെയ്തു. കാട്ടിൽ ആടുമേച്ച് നടന്നിരുന്ന ഒരു ഇടയനുമായി അവൾ ബന്ധപ്പെട്ടു. അവർ തമ്മിൽ ലൈംഗികവേഴ്ച നടത്തി തുടങ്ങി. ബൂന ഇതൊന്നും അറിഞ്ഞില്ല. രാജകുമാരി ഗർഭിണിയായി. അവൾ പിന്നെ രാജധാനിയിൽ ചെന്ന് പിതാവിനോട് പറഞ്ഞു, ബൂന എന്നെ ബലാത്സംഗം ചെയ്തു. ഞാൻ ഗർഭിണിയായിരിക്കുന്നു. അയാൾ നാം വിചാരിച്ച പോലെയുള്ള ആളല്ല, കപട സന്യാസിയാണ്. രാജാവ് ഞെട്ടി. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിയാലോചിച്ചു. അവർ പറഞ്ഞു, പ്രഭോ, ബൂന അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. ഇത് വിശ്വസിച്ച് അയാളെ ശിക്ഷിക്കരുത്. സൂക്ഷ്മമായ അന്വേഷണം നടത്താതെ ഒന്നും ചെയ്യരുത്. രാജാവ് വിഷമത്തിലായി. അദ്ദേഹം മകളെ ചില വിദഗ്ധ സ്ത്രീകളെ കൊണ്ട് പരിശോധിപ്പിച്ചു. അവൾ സംഭോഗത്തിന് വിധേയമായിരിക്കുന്നുവെന്നും ഗർഭിണിയാണെന്നും പരിശോധനയിൽ തെളിഞ്ഞു. ബൂന തന്നെയാണ് തന്റെ മാനഭംഗപ്പെടുത്തിയതെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. രാജാവ് അവസാനം ബൂനായെ വരുത്തി വിചാരണ ചെയ്തു. അദ്ദേഹം കുറ്റം നിഷേധിച്ചു. രാജകുമാരി വിട്ടില്ല. അവൾ സത്യം ചെയ്തു പറഞ്ഞു, ബൂന തന്നെയാണ് എന്നെ മാനഭംഗപ്പെടുത്തിയത്. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ബൂന രാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ പക്കൽ ഞാൻ ഏൽപ്പിച്ച മുദ്ര വെച്ച ആ പാത്രം തിരിച്ചു തരൂ. സത്യം ആ പാത്രം പറയും. രാജാവ് അമ്പരന്നു. അതെങ്ങനെ? അദ്ദേഹം ആ പാത്രം ബൂനാക്ക് തിരിച്ചു കൊടുത്തു. ബൂന അതിന്റെ സീല് പൊട്ടിച്ചു. പാത്രം തുറന്നു. തന്റെ ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട നിലയിൽ പാത്രത്തിലിരിക്കുന്നത് രാജാവിന് ബൂന കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഇതെല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ അന്ന് തന്നെ ഞാൻ എന്റെ ജനനേന്ദ്രിയം ഛേദിച്ചെടുത്ത് അങ്ങയെ ഏൽപ്പിച്ച ശേഷമാണ് അങ്ങയുടെ മകളെ ഞാൻ ഏറ്റെടുത്തത്. സത്യാവസ്ഥ ഗ്രഹിക്കാൻ എന്റെ വസ്ത്രമഴിച്ച് രഹസ്യമായി പരിശോധിക്കാം. രാജാവ് അത്ഭുത പരതന്ത്രനായി. അദ്ദേഹം രഹസ്യമായി ബൂനായെ പരിശോധിച്ചപ്പോൾ സത്യം തെളിഞ്ഞു. തന്റെ മകൾ കളവ് പറയുകയാണെന്ന് ഉറപ്പായപ്പോൾ അവളെ വിചാരണ ചെയ്തു. അവസാനം അവൾ സത്യം തുറന്നു പറഞ്ഞു. ആട്ടിടയനുമായുള്ള വീഴ്ചയിൽ നിന്നാണ് താൻ ഗർഭിണിയായതെന്നും ബൂന നിരപരാധിയാണെന്നും അവൾ സമ്മതിക്കേണ്ടി വന്നു. ഇടയനെ ഉടനെ പിടികൂടി. രാജകുമാരിക്കും ഇടയനും വ്യഭിചാരത്തിന്റെ ശിക്ഷ നൽകിയ ശേഷം ഇടയന് രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുകയുമുണ്ടായി. ബൂനയോട് രാജാവ് മാപ്പ് ചോദിച്ചു. അദ്ദേഹം കാട്ടിലേക്ക് തിരിച്ചുപോയി. അതാണ് കഥ. കേട്ടല്ലോ? എന്താ സൂക്ഷ്മത? എന്താണ് സൂക്ഷ്മത? ഇസ്ലാമിലുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ?
ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കണേ ഖസസുൽ ഔലിയ എന്നുള്ള കിതാബിലുള്ളതാ. ഔലിയാക്കന്മാരെ പോരിശ പറയാണ്. നാണം കെട്ട പരിപാടി. ഈ രൂപത്തിൽ അവർ എഴുതി വിടുന്നത്. എന്നിട്ട് ഇതൊക്കെ കുഴപ്പമില്ല, നല്ല സാധനാന്നൊക്കെ പറഞ്ഞിട്ട് സുന്നി വോയിസിൽ അതിന് വലിയ മധുവും പറയാ. എന്നിട്ട് ധൈര്യവർക്ക് പ്രാന്താന്ന് പറയാ, മാനസിക രോഗികളെ ഐര്യതാന്ന് പറയാ, ഇവർക്ക് പരസ്യം കൊടുക്ക, വിൽക്ക, ഉപയോഗപ്പെടുത്ത, നല്ലതാന്ന് പറയാ. ഈ ഒരു അവസ്ഥയോളം സമൂഹം അതപ്പതിച്ചു പോയി. ഇതിനതൊക്കെ വായിച്ചതെന്നറിയോ? ഇതൊക്കെ വായിക്കുകയാണ് നമ്മുടെ ഉമ്മബെങ്ങന്മാർ നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ട് ഖസസുൽ ഔലിയ കാണാൻ, നിസ്കാരപ്പായ നിർത്തിയൊക്കെ കാണാ. ഇതിൽ ഈ എടാ കൂടെ ഇരിക്കുന്നത് പല വീടുകളിലും കാണാ. 333 ഔലിയാക്കന്മാരെ കഥ എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയാസങ്ങളാണ് എഴുതി വിടുന്നത്. പറയാൻ പറ്റുമോ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ? നോക്കണം നിങ്ങൾ. ഈ ഒരു ദുരവസ്ഥയിലാണ് നമ്മുടെ സമുദായം എത്തിപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും ചില ആൾക്കാർ പറയും ഇതൊന്നും പറയണ്ട, ഇത് നിർത്തിക്കൂടെ, ഇതൊക്കെ പറയല്, അവസാനിപ്പിച്ചൂടെ ഇതൊക്കെ പറയല്. എവിടുന്നാ സഹോദര ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയാ? എവിടേക്കാണ് നമ്മുടെ സമുദായം പോകുന്നത്? എന്താണ് അവരൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ വിചാരിക്കുക നമ്മളെ സമുദായമൊക്കെ വളരെ ഉഷാറായി പോയി, വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ മുന്നോട്ട് പോയി. എന്ത് വിദ്യാഭ്യാസം നേടിയിട്ടെന്താ? അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ അലിഫ് പോലും അവർ വളർന്നിട്ടില്ല. അന്ധവിശ്വാസത്തിൽ തന്നെയാണ് അവിടുന്ന് അവർ കരകയറിയിട്ടില്ല. ഈ സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഈ നിലക്കുള്ള സൂക്ഷ്മതയൊക്കെയാണ് ഇവര് ചില സൂഫികളായ ആളുകളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ശൈഖ് ജീലാനിയെ പറ്റി പിന്നെ പറഞ്ഞതെന്താ? ശൈഖ് ജീലാനിയുടെ മഹത്വമായിട്ട് പിന്നെ പറഞ്ഞതെന്താ? അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും അവിടെ വരുന്നോവർ, അങ്ങനെ തന്നെ മലായികത്തന്മാരും അവരുടെ മജ്ലിസിൽ ഹാദിറാകുന്നോവർ, അവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ. മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മജ്ലിസിന്റെ മഹത്വം പറയുന്നു. ആരൊക്കെ അവിടെ മജ്ലിസിൽ വഅദ് കേൾക്കാൻ വരല്? അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും. ആദം അലൈഹിസ്സലാം തൊട്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അംബിയാക്കന്മാര് അവരുടെ റൂഹും അവിടെ വരുന്നോവർ, അവരുടെ റൂഹും വരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തടി വേറെ വരുന്നുണ്ട്, റൂഹ് വേറെയും വരുന്നുണ്ട്. റൂഹായിട്ട് പറഞ്ഞേക്കുന്നവരുണ്ട്, തടി റൂഹും കൂടി വരുന്നവരുണ്ട്. ആരുടെ മജ്ലിസിൽ? ശൈഖ് ജീലാനിയുടെ മജ്ലിസിൽ. മാത്രമല്ല അങ്ങനെ തന്നെ മലായികത്തന്മാരും അവരുടെ മജ്ലിസിൽ ഹാദിറാകുന്നവർ. മലക്കുകൾ ക്ലാസ് കേൾക്കാൻ വരാറുണ്ട്, അങ്ങനെ മലക്കുകൾ ഇരിക്കാറുണ്ട്. മാത്രമല്ല അവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും വീടേ വരുന്നോവർ. ശൈഖ് ജീലാനിയുടെ സദസ്സിൽ, അതുപോലെ തന്നെ ഇവര് പരിചയപ്പെടുത്തുന്ന പലരുടെയും സദസ്സുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാര് വരുന്നു, ഔലിയാക്കൾ എത്തുന്നു, മലായികത്തുകൾ എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും നേരിട്ട് അവിടെ ഹാജരാകുന്നു. ഇത് വിശ്വസിക്കുകയാണ്. ഇതാ പാടണ മൊഹീദ്ദീൻ മാലയിലെ ഇതിന്റെ 400-ാം വാർഷിക ആഘോഷിക്കണത്. അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞില്ലേ? മറ്റുള്ളവർ ആശംസ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ വലിയ പ്രസിദ്ധമായിട്ട് കൊണ്ടു നടക്കുന്ന മാല. പലരും ചോദിക്കുന്നു അതിന്റെ അറബി സാഹിത്യമെങ്കിലും ഒന്ന് അംഗീകരിച്ചു കൊടുത്തുകൂടെ മുജാഹിദേ? സാഹിത്യത്തിന് വേറെന്തെല്ലാം സാഹിത്യങ്ങളുണ്ട് ലോകത്ത്. മനുഷ്യന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഈ വക കാര്യങ്ങൾ എടുക്കണോ? ചില ആൾക്കാർ മദ്യം പറയാൻ വരെ നടക്ക്, അതിന്റെ സാഹിത്യം നല്ല ഉഷാറാട്ടോ, നിങ്ങളാണ് വാരിത്തിന്നോളി അതിന്റെ സാഹിത്യം. മുസ്ലിമീങ്ങൾക്ക് അത് വേണ്ട. മുസ്ലിമീങ്ങൾക്ക് ഭാഷ പഠിക്കാൻ വേറെ പലതുണ്ട് ഈ രാജ്യത്ത്, ഇത് വേണ്ട. ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ എത്രയെത്ര ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി, നബി എന്തേ വന്നില്ലല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്ന സമയത്ത് സഹാബിമാർക്കിടയിൽ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായി. ആരായിരിക്കണം ഖലീഫ? എന്റെ അനുയായികൾ തർക്കിക്കുകയല്ലേ, അവരെ ഇങ്ങനെ തർക്കിക്കാൻ വിടരുതല്ലോ. ഞാനൊന്ന് പോകട്ടെ, ഞാനൊന്ന് ചെന്നിട്ട് അവരോട് പറയട്ടെ, തർക്കം അവസാനിപ്പിക്കൂ. എനിക്ക് ശേഷം ഖലീഫ അബൂബക്കറാണ്, ശേഷം ഉമറാണ്, ശേഷം ഉസ്മാനാണ്, ശേഷം അലിയാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പോയിട്ട് ഇടപെടാഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ഈ ഔലിയാക്കന്മാരെന്ന് പറയുന്ന ആളുകൾക്കുണ്ടായ പ്രശ്നങ്ങളെക്കാൾ എത്രയോ ബൃഹത്തായ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാൻ വന്നില്ലല്ലോ? ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഇടപെടാൻ വരികയാണ് എപ്പോഴും.
ഇവരുടെ വീട്ടിലേക്ക് മജ്ലിസിലേക്ക് വരികയാണ്, മൗലിദ് സദസ്സിൽ വരികയാണ്, ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ മറ്റ് അമ്പിയാക്കളുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ സദസ്സിലേക്ക് വരൂ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എത്രയാണ് കഷ്ടപ്പെട്ടത്. ഉപ്പാ, പൊന്നുപ്പയുടെ മരണത്തിന്റെ ശേഷം എത്ര ദിവസമാണ് മഹദി കഷ്ടപ്പെട്ടത്, പ്രയാസപ്പെട്ടത്. മഹദി എത്ര ദിവസങ്ങളിൽ വളരെ വിഷമം സഹിച്ചിട്ടുണ്ട്. ഉപ്പയെ ഒരു നോക്ക് കാണാൻ ഫാത്തിമ ബീവിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തന്റെ മകളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാനൊന്ന് ചെല്ലട്ടെ എന്ന നിലക്ക് അഷ്റഫുൽ ഖൽഖ് കയറി വന്നിട്ടുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എത്രയെത്ര സമയങ്ങളിൽ അദ്ദേഹം വിഷമിച്ചിട്ടുണ്ട്. എന്റെ നേതാവ് നബി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ നേതാവ് നബി ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു വിലപിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല മസ്അലകളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോകാതിരുന്നെങ്കിൽ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ തർക്കിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വിവിധ പ്രശ്നങ്ങൾ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വേദനിച്ചിട്ടുണ്ട്, വിലപിച്ചിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ നമുക്കത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിലൊക്കെ ഒരു ഉപകാരമാകുമായിരുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞു പോയല്ലോ എന്നിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തിനാണ്? എന്തിലും ഇടപെടുന്ന നബിയാണെങ്കിൽ നബി എന്തേ വരണ്ടേ? നബി എന്തേ വരണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലെങ്കിൽ ഇവരങ്ങോട്ട് ചോദിക്കണ്ടേ? അവർക്കാർക്കും പരിചയമില്ലാത്തൊരു വലിയ ബന്ധം അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലിസിൽ അവരുടെ റൂഹും അവിടെ വരുന്നോവര് അവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവര്. ഇവരുടെ ആരുടെയും അടുത്തേക്ക് ചെല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹദാ ഇവരെ തിരഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. മാത്രമല്ല അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഈ മാലയുടെ വ്യാഖ്യാതാവ് തന്റെ ആശയം സ്ഥിരപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഒരായത്തും ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. അതാ നമ്മുടെ സങ്കടം. ഇവരിങ്ങനെ പറയാന്ന് മാത്രല്ല അതിനൊക്കെ തെളിവുണ്ടാക്കും. നിങ്ങൾ നോക്കൂ, എന്താ മഹാന്മാരുടെ സരസിൽ അമ്പിയാക്കൾ വരും, ഔലിയാക്കൾ വരും, സിദ്ദീഖീങ്ങൾ വരും, ശുഹദാക്കൾ വരും. അതിലൊന്നും തർക്കിക്കാൻ പാടില്ല. എന്താ തെളിവ്? ഖുർആനിലുണ്ട് പോലും. കേട്ടോളൂ. അത് അള്ളാഹുവേയും തുടക്കത്തിൽ പറയണം, മഹാത്മാക്കൾ സന്ദർശിക്കുന്നതും അവരുടെ സദസ്സുകളിൽ ഹാജരാകുന്നതും സംബന്ധിച്ച് തെളിവുകളുണ്ട്. എന്താ തെളിവ്? അള്ളാഹു ഖുർആനിൽ പറയുന്നു, അള്ളാഹുവേയും റസൂലേയും വഴിപ്പെടുന്നവർ. വിശുദ്ധ ഖുർആനിലെ വചനമാ പറയുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്താണ്. ആയത്ത് ഇപ്പൊ ഞാൻ നിങ്ങളെ ഫുള്ള് കേൾപ്പിച്ചു. ഇനി ഇയാള് അർത്ഥം പറയുമ്പോ വഹസുന ഉലൈക റഫീഖാ, അതിന്റെ അർത്ഥം ഇയാള് കട്ടുവെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. കേട്ടോളൂ. അള്ളാഹുവേയും റസൂലേയും വഴിപ്പെടുന്നവർ, അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ എന്നിവരുടെ കൂടെയാണ്. അത്രേ അർത്ഥം പറഞ്ഞുള്ളൂ. ഇവിടെ പോയി വഹസുന ഉലൈക റഫീഖ എന്നുള്ളതിന്റെ അർത്ഥം അത് പറഞ്ഞാൽ സംഗതി പൊളിയും. ഈ ആയത്തോണ്ട് ഇയാൾ എന്താ പറയുന്നത്? ഇയാൾ പറയാണ്, ശൈഖ് അവറുകൾ അള്ളാഹുവേയും റസൂലേയും ശരിക്കും വഴിപ്പെട്ടിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നല്ലോ. കാരണം ഈ ആയത്തിൽ പറയുന്നത് എന്താ? ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ ഫൗലായിക, അപ്പോൾ അക്കൂട്ടർ മഅല്ലദീന അൻഅമല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആര് അള്ളാഹിനെ റസൂലിനെ അനുസരിച്ചിട്ടുണ്ടോ അവര് അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ്. ആരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖാന, അടുത്ത ഭാഗം എന്താ അതിനർത്ഥം? അവർ എത്ര നല്ല കൂട്ടുകാരാണ് എന്നാണ്. എവിടെ? സ്വർഗത്തില്. സ്വർഗത്തിൽ ഈ മഹാന്മാരുടെ കൂടെ കഴിയുക എന്നുള്ളത് എന്തൊരു വലിയ ഭാഗ്യമാണ്. എത്ര വലിയ കൂട്ടുകാരാണ് അവർ സ്വർഗത്തിൽ. സ്വർഗത്തിൽ അള്ളാനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ച മഹാന്മാര് അമ്പിയാക്കളുടെ കൂടെ
ശുഹദായിന്റെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ച ആളുകൾ സ്വർഗത്തിൽ അമ്പിയാക്കളോടൊപ്പമാണ്, ശുഹദായിന്റെ ഒപ്പമാണ്, സാലിഹീങ്ങളുടെ ഒപ്പമാണ്, സിദ്ദീഖീങ്ങളുടെ ഒപ്പമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല കൂട്ടുകാരാ. സ്വർഗത്തിൽ കിട്ടിയ ആ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാരാണ്. പരലോകത്ത് കിട്ടുന്ന കാര്യം പറഞ്ഞതാ. ആ ഭാഗമാണ് ഇവിടെ മുസ്ലിയാർ എന്ത് ചെയ്യുന്നത്? മുറിച്ച് മാറ്റിയിട്ട് പറയാണ്. എന്ത്? മഹാത്മാക്കൾ സന്ദർശിക്കുന്നതും അവരുടെ സദസ്സുകളിൽ ഹാജരാകുന്നതും സംബന്ധിച്ച് ഖുർആനിൽ തെളിവുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹുവേയും റസൂലെയും വഴിപ്പെടുന്നവർ, അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവരുടെ കൂടെയാണ്. എന്നിട്ട് പറയുന്നത് നോക്കൂ, ശൈഖ് അവറുകൾ അല്ലാഹുവിനെയും റസൂലിനെയും ശരിക്കും വഴിപ്പെട്ടിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നല്ലോ. തുടങ്ങിയാണ് ദുർവ്യാഖ്യാനം തുടങ്ങിയാണ്. മുഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ച ആളാ നിലയിൽ തർക്കമൊന്നുമില്ലല്ലോ, വിശ്വസിക്കുന്നു. എങ്കിൽ അദ്ദേഹം അല്ലാഹു അനുഗ്രഹിച്ച മേൽപ്പറഞ്ഞവരോട് കൂടെയാണ് കേട്ടോ. എങ്കിൽ അദ്ദേഹം അല്ലാഹു അനുഗ്രഹിച്ച മേൽപ്പറഞ്ഞവരോട് കൂടെയാണ്. അവരുടെ കൂടെയാണ് എന്നത് അവർ ശൈഖിന്റെ സദസ്സിൽ സംബന്ധിക്കുമ്പോഴും ശൈഖിനെ സന്ദർശിക്കുമ്പോഴുമെല്ലാം ബാധകമാണ്. ഷെയ്ഖിന്റെ കൂടെയാണെന്ന് പറയുമ്പോൾ ഷെയ്ഖിന്റെ മജ്‌ലിസിൽ കോരിയാണ് വരും, അമ്പിയാക്കന്മാര് വരും, ഔലിയാക്കന്മാര് വരും, എല്ലാ ആളുകളും ഇങ്ങനെ വരും. മാത്രമല്ല സദസ്സിൽ പങ്കെടുക്കലും സന്ദർശിക്കലും കൂടെ എന്നതിന്റെ വിവക്ഷയിൽ പെടുന്നു. കൂടെ എന്ന് പറഞ്ഞാൽ എന്താ? സദസ്സിൽ പങ്കെടുക്കലും കൂടെയാണ്. ഞാൻ നിങ്ങളെ സദസ്സിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സദസ്സിലുണ്ട്, നിങ്ങൾ എന്റെ സദസ്സിൽ കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ സദസ്സിലുണ്ട്. അപ്പൊ കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കൂടെയാണ് എന്ന് പറഞ്ഞിടത്ത് ജീവിതകാലമെന്നോ മരണശേഷമെന്നോ വിശദീകരണമില്ല. ഇയാൾ പറയണേ കൂടെ എന്ന് ഖുർആനിലില്ലേ, അവിടെ ജീവിതകാലത്തിനോ മരിച്ചതിന് ശേഷം ഒന്നും അവിടെ പറഞ്ഞില്ല. അതിനാൽ രണ്ട് കാലത്തേക്കും ഇത് ഒരുപോലെ ബാധകമാണ്. വേണോക്കണം നിങ്ങൾ ദുർവ്യാഖ്യാനം, രണ്ട് കാലത്തേക്ക് ഒരുപോലെ ദുർവ്യാഖ്യാനം. എന്നാ നിങ്ങൾ നോക്കൂ, ഇവരുടെ തന്നെ പരിഭാഷയിൽ കൊടുത്ത അർത്ഥം എന്താ? ഇവരുടെ തന്നെ പരിഭാഷയിൽ ഏതാ? സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% യോജിക്കുന്ന പരിഭാഷ എന്ന് SSF-കാരന്റെ റിസാല വാരികയിൽ പരസ്യം കൊടുത്ത തിരൂരങ്ങാടി ഖാദി സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമിയാൽ രചിക്കപ്പെട്ട ഖുർആൻ പരിഭാഷയിൽ നമുക്ക് കാണാം. എന്താ കൊടുത്തതെന്നറിയോ? ശരിക്കുള്ള അർത്ഥം അവിടെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ച് നടന്നാൽ അവർ പരലോകത്ത്, ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്, അവർ പരലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ അഥവാ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാ, സാലിഹുകൾ എന്നിവരുടെ കൂടെയായിരിക്കും. എത്ര വിശിഷ്ട സഹവാസികളാണവർ. എന്നിട്ട് വിശദീകരണത്തിൽ പറയുന്നു, ഇവരോടൊന്നിച്ച് സ്വർഗത്തിൽ സസുഖം വസിക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു. കേട്ടോ, സ്വർഗത്തിൽ മഹാന്മാരുടെ കൂടെ കഴിയുന്നതാണ് ഈ ആയത്തിലെ പരാമർശം. അതല്ലാതെ ഇവിടെ ശൈഖ് ജീലാനിയുടെ കൂടെ അമ്പിയാക്കന്മാര് വരുന്നുണ്ട് എന്നത് ദുർവ്യാഖ്യാനാണ്, ഖുർആന് വിരുദ്ധമാണത്. ഇനിയും കേട്ടോളൂ, പാണക്കാട് പൂക്കോയ തങ്ങൾ പ്രശംസിച്ച ഖുർആൻ പരിഭാഷയാണ് TK അബ്ദുള്ള മൗലവി മാട്ടൂൽ എഴുതിയിട്ടുള്ള തഫ്സീർ ജലാലൈനിയുടെ പരിഭാഷ. അതിൽ കേട്ടോളൂ എന്താ ഈ ആയത്തിറങ്ങാൻ കാരണം അതിൽ പറയുന്നുണ്ട്. ഇതായത്തിറങ്ങാൻ കാരണം ഒരു സഹാബി നബിയോട് പറഞ്ഞു എന്നാണ്. എന്താ സഹാബി പറയുന്നത്? അതിന്റെ ആശയം ഈ ജലാലൈനിയുടെ പരിഭാഷയിൽ കാണാം. അവിടുന്ന് ഉന്നത പദവിയിലും സ്വർഗത്തിൽ ഞങ്ങൾ താഴ്ന്ന പടിയിലുമായിരിക്കെ താങ്കളെ ഞങ്ങൾ എങ്ങനെ കണ്ടുമുട്ടുമെന്ന് സഹാബത്ത് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഈ ആയത്ത് അവതരിച്ചു. ഈ ആയത്ത് ഇറങ്ങാണ്ടായ കാരണം പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങാണ്ടായ കാരണം പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ ദുർവ്യാഖ്യാന വീരന്മാരുടെ ദുർവ്യാഖ്യാനം തകർക്കാനാണ്. കേട്ടോളൂ, എന്താണ് ഈ ആയത്ത് ഇറങ്ങാണ്ടായ പശ്ചാത്തലം? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയാണ്, ജാഅ റജുലുൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വന്നു. ഹുവ മഹ്സൂനുൻ, അദ്ദേഹം വളരെ ദുഃഖിച്ച മുഖമാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, യാ ഫുലാൻ മാലി യറാക മഹ്സൂനാ, എന്താണ് നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തേ മുഖത്തിത്ര വലിയ ദുഃഖം കാണുന്നു? നബി ഒരു സഹാബിനോട് ചോദിക്ക, എന്താ മുഖത്തിത്ര ദുഃഖം? അപ്പൊ ആ സഹാബി പറയാണ്, സഹാബിയുടെ സങ്കടം എന്താണെന്നറിയോ? യാ നബി അല്ലാഹ്,
അല്ലാഹുവിന്റെ ദൂതരെ, ശൈഉൻ ഫക്കർതു ഫീ, ഞാനൊരു കാര്യം ചിന്തിച്ചപ്പോ എനിക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല നബിയേ, എനിക്ക് ദുഃഖം മണപൊട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാഹുവ, എന്താണ് നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടായത്? എന്തിനാ നിങ്ങൾ സങ്കടപ്പെട്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സ്വഹാബി പറയാണ്, നഹ്നു നഗ്ദു അലൈക വനറൂഹു നൻദുറു ഇലാ വജ്ഹിക വനുജാലിസുക. ഓ നബിയേ, രാവിലെ വേണമെങ്കിൽ രാവിലെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട്, അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോ, അങ്ങയുടെ മജ്‌ലിസിൽ വരണമെന്ന് തോന്നുമ്പോ, അങ്ങയുടെ കൂടെ ഒന്നിരിക്കണം എന്ന് തോന്നുമ്പോ, ഞങ്ങൾക്ക് ഇപ്പൊ അതിനൊക്കെ കഴിയുന്നുണ്ട് ഈ ദുനിയാവിൽ. അതേ അവസരത്തിൽ വഗദൻ, നാളത്തെ കാര്യം എന്താണ്? തുർഫഉ മഅൻ നബിയീൻ ഫലാ നസിലു ഇലൈക. നബിയേ, അങ്ങ് സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലല്ലേ? നാളെ മഹ്ശറിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ച് അങ്ങയെ വന്ന് കാണാനും അങ്ങയുടെ കൂടെ ഇരിക്കാനുമൊന്നും ദുനിയാവിൽ വെച്ച് ഇപ്പൊ ഞങ്ങൾക്ക് എളുപ്പമാണ്. ആഖിറത്തിലെത്തിയാൽ അങ്ങൊക്കെ ഉന്നത പദവിയിലല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുമോ? അങ്ങയുടെ കൂടെ വന്നിരിക്കാൻ കഴിയില്ലല്ലോ. ഇതോർത്തിട്ടാണ് നബിയെ ഞാൻ സങ്കടപ്പെടുന്നത്. അതാ സഹാബിയുടെ സങ്കടം. എപ്പോൾ വേണമെന്ന് വിചാരിച്ചാലും ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓടി ചെല്ലാൻ നബിന്റെ അടുത്തേക്ക്, നബിയുമായി സംസാരിക്കാം, നബിയെ കൺകുളിർക്ക കാണാം, അവിടുത്തെ തിരുഹദറത്തിൽ ഇരിക്കാം, നബിയുമായി സഹവസിക്കാം. പടച്ചവനെ, മരിച്ചു കഴിഞ്ഞ എന്റെ നേതാവിനെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയൂലല്ലോ, നബിയൊക്കെ ഉന്നതമായ പദവിയിലായിരിക്കില്ലേ, എനിക്കെന്റെ മുത്ത് നേതാവിനെ ഒന്ന് കാണാൻ കഴിയില്ലല്ലോ, അവിടുത്തോടൊപ്പം ഒന്നിരിക്കാനാവില്ലല്ലോ, ഞാൻ സാധാരണക്കാരനല്ലേ, നബിയൊക്കെ മഹാനല്ലേ, അത്യുന്നത സ്വർഗത്തിൽ അവിടുന്ന് വിരാജിക്കുമ്പോ ഈ പാവപ്പെട്ട സാധുവിന് എങ്ങനെ എന്റെ നബിയെ ഒന്ന് കാണാനാകും? ആ സങ്കടമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞപ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറുപടി പറഞ്ഞില്ല. എന്താ പറയേണ്ടതെന്നറിയാതെ ഇരിക്കുമ്പോ ഫഅതാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് കൊണ്ട് അവതരിക്കുന്നു. ഈ ആയത്താണ്ട് ഓതിക്കൊടുത്തു. സമാധാനിപ്പിക്കൂ ശിഷ്യനെ. സഹാബിയോട് ഓതിക്കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആര് ശരിയാവണ്ണം അനുസരിച്ച് ജീവിക്കുന്നുവോ, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. വിഷമിക്കണ്ട എന്ന് പറയൂ. കാരണം അല്ലാഹുവിനെയും റസൂലിനെയും ആര് അനുസരിച്ച് ജീവിച്ചുവോ, അല്ലാഹു അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ അവരും സ്വർഗത്തിലാണ്. വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണവര്. അപ്പൊ എന്താ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചത്? പേടിക്കണ്ട, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. അല്ലാഹുവിനെ റസൂലിനെ ശരിയായ നിലക്ക് അനുസരിച്ച് നല്ലവനായി ജീവിച്ചോളൂ. എന്നെ കാണാൻ നിങ്ങൾക്ക് അവിടുന്ന്, ഞാനുമായി സംസാരിക്കാം, എപ്പോ ആഗ്രഹം പോലെ ഇതുപോലെ നമുക്ക് കാണാം, സംസാരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ സംഭവം എടുത്തിട്ടാ ഇയാൾ പറയുന്നത് എന്ത്? ആ സംഭവം ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? അങ്ങനത്തെ ഒരു കാര്യം എടുത്ത് ഉദ്ധരിച്ചിട്ടാ മുസ്ലിയാർ സമർത്ഥിക്കുന്നത് എന്ത്? അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും അവരുടെ റൂമാവിടെ വരുന്നോവർ. അതും ഇതുമായിട്ട് എന്താ ബന്ധം? അപ്പൊ നോക്കൂ, പടച്ച റബ്ബിന്റെ കലാമിനെയാണ് ഈ ദുർവ്യാഖ്യാനിക്കുന്നത്. ഈ സമുദായം എങ്ങോട്ടാണ് പോകുന്നത്? ഇവരെ രക്ഷപ്പെടുത്തണം സഹോദരന്മാരെ, നമ്മുടെ ഉമ്മവെങ്ങന്മാരെ, സഹോദരി സഹോദരന്മാര് ഈ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പും പേറിക്കൊണ്ട് ഉരാ കുടുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതിനെന്താ ഈ മാലയുടെ അകത്തുള്ളതെന്നറിയണം. അത് അറിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കല്ല, ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കണം. സഹോദരാ, നിങ്ങൾ വലിയൊരു ഗർത്തത്തിലാണ് വീട് പോയിട്ടുള്ളത്, രക്ഷപ്പെട്ടോളൂ. നമുക്ക് സ്വർഗം വേണ്ടേ, നരകത്തിയിൽ നിന്ന് രക്ഷ വേണ്ടേ? ഈ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്ന, അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന, അനാചാരത്തിലേക്ക് നയിക്കുന്ന ഈ പുരോഹിത പടയിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തൽ ഈമാനിന്റെ കണികയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അത് ഓർത്തുകൊള്ളണം എപ്പോഴും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് ഇത് സംബന്ധമായി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിൽ ഇതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സംസാരം ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൊച്ചാക്കാനല്ല, ആക്ഷേപിക്കാനല്ല, അപഹസിക്കാനല്ല. നമ്മുടെ ഉമ്മത്തിലെ ഒരുപടി മെമ്പർ
നന്മമാർ, ഒരുപടി ആളുകൾ, സഹോദരീ സഹോദരങ്ങൾ ഈ അന്ധവിശ്വാസത്തിന്റെ നീർക്കയത്തിൽ മുങ്ങിത്താഴുകയാണ്. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. അവരോട് ഈ സത്യം തുറന്നു പറയണം. നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള ആപത്തിന്റെ ആഴം അവരെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തണം. നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ മാർഗത്തിലേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ചു തന്ന ഇസ്ലാമിന്റെ സുന്ദരമായ പാതയിലേക്ക്, അതിനുള്ള ഒരു ശ്രമം, ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നാം ഈ നടത്തുന്ന പ്രഭാഷണങ്ങളും നമ്മുടെ അവതരണങ്ങളുമെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന, നേര് മാത്രം പ്രചരിപ്പിക്കുന്ന, നേരിനെതിരെയുള്ള സർവ്വ നെറികേടുകളെയും പ്രതിരോധിക്കുന്ന, അവക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ